ഇതെല്ലാം ഒപ്പിച്ച ആള് അവിടെ സാക്ഷിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ആനന്ദം കണ്ടെത്തി. അപ്പോഴും അവളെ ചേർത്ത് പിടിച്ച സിദ്ധുവിൻ്റെ കൈകൾ അവനിൽ എന്തിനോ വേണ്ടി അസ്വസ്ഥതയുണ്ടാക്കി. നിങ്ങളിത് എന്തൊക്കെയാണ് ആൻറ്റി പറയുന്നത്? സാക്ഷിയെ ഇങ്ങനെയൊക്കെ പറയാൻ ആരാ ആൻറ്റിക്ക് അധികാരം തന്നത്? ഡാ ചെറുക്ക, ഞാനില്ലാത്തതൊന്നും അല്ലല്ലോ പറഞ്ഞത്, സത്യം തന്നെയാണ്. നീ അതിനിങ്ങനെ കിടന്ന് തിളച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവൾ ഈ നിൽക്കുന്ന ചന്ദ്രദാസിൻ്റെയും വനജയുടെയും ആരുമല്ല, ആരും. പിന്നെ നീ എന്തിനാ ഇവളുടെ കാര്യത്തിൽ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത്? അവൾ നിനക്ക് വേണ്ടതൊക്കെ ആവശ്യത്തിന് ഇപ്പോഴേ തന്നിട്ടുണ്ടോ? ഒരു പ്രത്യേക ഭാവത്തിൽ ആയുഷിൻ്റെ അമ്മ ചോദിച്ചതും അവിടെയുള്ളവർ ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. അപ്പോഴെല്ലാം സാക്ഷി വേറെ ഏതോ ലോകത്തായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറയാം. വായിൽ തോന്നിയതെല്ലാം എൻ്റെ പെണ്ണിനെ പറ്റി ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ പ്രായവും കോലവും ഒക്കെ ഞാൻ മറക്കും. പിന്നെ ഈ സിദ്ധാർത്ഥ് ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുന്നത്. പിന്നീട് അവൻ ബാക്കി പറഞ്ഞത് ചന്ദ്രദാസിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. അച്ഛനും അമ്മയും ആരുമാകട്ടെ, 18 കൊല്ലം ഇവൾ നിങ്ങളുടെ കൂടെയല്ലേ വളർന്നത്. നിങ്ങൾക്കറിയില്ലേ സ്വന്തം മോളുടെ സ്വഭാവം? ഇപ്പോൾ ഇവൾ ചെയ്ത കുറ്റമെന്താ? എൻ്റെ നെഞ്ചിൽ ചാരി നിന്നതോ? അവൾക്ക് ചാരാമെന്നുള്ള എല്ലാ അധികാരവും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൾ നിന്നത്. കഥ കടച്ചിട്ടിട്ട് എന്തിനാണ് അധികാരം കാണിക്കുന്നത് മിസ്റ്റർ സിദ്ധാർത്ഥ് വിശ്വനാഥ്? അതിനൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാണ് പറയുന്നത്. അധികാരം നീ പറഞ്ഞു, അതിന് നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടോ? ആയുഷ് പറഞ്ഞതും അപ്പോഴേക്കും അവിടെ ആളുകൾ കൂടാൻ തുടങ്ങിയിരുന്നു. സിദ്ധു എന്തോ പറയാൻ പോയപ്പോഴേക്കും അർജുൻ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിരുന്നു. ഇവിടെ ഇനിയൊരു സീൻ ആക്കേണ്ട സിദ്ധു, ആളുകൾ കൂടുന്നു. അർജുൻ പറഞ്ഞതും സിദ്ധു ഒന്ന് കൂളായി. ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് ആയുഷ് സാർ പറയുന്നത്? നിങ്ങളുടെ ചുറ്റിക്കളിയെല്ലാം വീട്ടുകാർക്കും നാട്ടുകാർക്കും ബോധ്യമായ സ്ഥിതിക്ക് നീ ഇനി ഇവളെ സ്ഥിരമായി കൊണ്ടു നടന്നു. എന്താടാ ഡാഷ് മോനെ നീ എൻ്റെ പെണ്ണിനെ പറ്റി പറഞ്ഞത്? അതുകൂടിയായപ്പോൾ സിദ്ധുവിൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ടിരുന്നു. ആയുഷിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചലറുന്ന സിദ്ധുവിനെ എല്ലാവരും ചേർന്നാണ് പിടിച്ചു മാറ്റിയത്. സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞപ്പോൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കേണ്ട സിദ്ധാർത്ഥ്. ഞാൻ പറഞ്ഞത് കള്ളമാണ് എന്ന് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും പറയട്ടെ. ദേഷ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അടിയുണ്ടാക്കിയാൽ സത്യം ഒരിക്കലും സത്യമല്ലാതാകില്ല. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് കണ്ട് പിന്നെ സിദ്ധു ഒരു വഴക്കിന് പോയില്ല. കാരണം ആ നിമിഷം സ്നേഹയുടെ തൊളിൽ ചാരി നിൽക്കുന്ന സാക്ഷിയുടെ മുഖം അവനെ അത്രയ്ക്ക് തളർത്തിയിരുന്നു. സച്ചു മോളെ. സാക്ഷിയുടെ അടുത്ത് ചെന്ന് സിദ്ധു വിളിച്ചതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എനിക്കറിയില്ല കണ്ണേട്ടാ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഇവർ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളല്ല പോലും. പിഴ. ബാക്കി പറയാതെ അവൾ അവൻ്റെ നെഞ്ചിൽ വീണ് തൻ്റെ വിഷമങ്ങളെല്ലാം കരഞ്ഞു തീർത്തു. കണ്ടു നിൽക്കുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല. സ്നേഹ അവളെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും സാക്ഷി അടർന്നു മാറിയില്ല. സാക്ഷി കരയുന്നത് കണ്ട് കണ്ണു നിറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ദീക്ഷിത്തിനെ സിദ്ധു ശ്രദ്ധിച്ചിരുന്നു. സാക്ഷിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ എല്ലാവരോടുമായി ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? ഒരുപാട് രാത്രിയായി. സാക്ഷിയെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോട്ടെ? ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവൾ 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? അതിൽ കുറച്ചെങ്കിലും വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളാരും ഇങ്ങനെ അനങ്ങാതെ നിൽക്കില്ലല്ലോ. ഒരു രാത്രി നിന്റെ വീട്ടിൽ അവളെ കൊണ്ടുപോകാൻ നീയിപ്പോൾ അവളുടെ ആരാ? നാളെ മുതൽ ജീവിതകാലം മുഴുവൻ നീ തന്നെ ഇവളെ ചുമന്നു. ആയുഷ് പറഞ്ഞത് എന്താ എന്ന് സിദ്ധുവിന് മനസ്സിലായില്ല. എന്താ അങ്കിൾ ആയുഷ് സാർ ഈ പറയുന്നത്? സിദ്ധു ചന്ദ്രനോട് ചോദിച്ചു. അവൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നാളെ നിങ്ങളുടെ കല്യാണം. വാട്ട്? നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് എന്ന് വല്ല ബോധവും ഉണ്ടോ? ഒരുമിച്ചൊന്ന് കണ്ടു എന്ന് വെച്ചാണോ ഈ കല്യാണവും കാര്യങ്ങളൊക്കെ? അല്ലെങ്കിൽ അതിന് മാത്രമുള്ള വിശ്വാസമേ ഉള്ളൂ ഇവളിൽ നിങ്ങൾക്കൊക്കെ? ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചുകൂടെ? നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇന്നൊരു രാത്രി കൂടി അല്ലാതെ ഇവൾക്ക് ഞങ്ങളുടെ വീട്ടിൽ സ്ഥാനമില്ല. സ്വന്തം മോളായി തന്നെയാണ് വളർത്തിയത്. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ മതി അങ്കിൾ, ഇനി കൂടുതലൊന്നും പറയണ്ട. സ്വന്തം ചോര അല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്താ വേണ്ടത്? സാക്ഷി ചന്ദ്രദാസിൻ്റെ കഴുത്തിൽ ഈ സിദ്ധാർത്ഥ് താലി കെട്ടണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് സമ്മതമാണ്. പക്ഷേ ഒരു കാര്യം, നാളെ നേരം വെളുത്ത് ഇവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ സച്ചുവിന് ഒരു പോറൽ പോലും പറ്റരുത്. നിങ്ങൾ കാരണം ഇവൾക്ക് എന്തെങ്കിലും അവിവേകം കാണിക്കാൻ തോന്നിയാൽ കുടുംബത്തോടെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ.
തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്നറിയാതെ ഒരു പാവ കണക്കെ സാക്ഷി എല്ലാത്തിനും നിന്നുകൊടുത്തു. ഒരു നിമിഷം ഈ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നിയെങ്കിലും സിദ്ധുവിൻ്റെ മുഖം ആലോചിച്ചപ്പോൾ അവൾക്ക് അതിന് കഴിഞ്ഞില്ല. ഒരു സിമ്പിൾ സെറ്റ് സാരി ഉടുത്ത് ഓരോ കൈയിലും 2 വളകൾ വീതവും കഴുത്തിൽ ഒരു മാലയും. പേരിന് പോലും ഒരു മേക്കപ്പ് അവൾക്കില്ലായിരുന്നു. പൂജാരി പൂജിച്ച താലി സിദ്ധു അവളുടെ കഴുത്തിൽ കെട്ടുമ്പോഴും സീമന്തരേഖ ചുമപ്പിക്കുമ്പോഴും ഈ താലി മരണം വരെ കൂടെ കാണണമെന്നല്ലാതെ മറ്റൊന്നും അവൾക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല. ബന്ധുക്കളെന്ന് പറയാൻ പോലും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. സിദ്ധുവിൻ്റെ കൊച്ചച്ഛൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വിദേശത്ത് പോയതിനാൽ സിദ്ധുവിൻ്റെ സൈഡിൽ അവൻ്റെ കൂട്ടുകാരും വിച്ചുവും മാത്രമായിരുന്നു. ഏതോ ഒരുത്തൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച് സ്വന്തം മോളെന്ന് പറഞ്ഞ് വളർത്തിയവളെ ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറഞ്ഞവരോട് അവന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. പക്ഷേ ഇന്ന് തൻ്റെ മുന്നിൽ വേറെ ഓപ്ഷനില്ല. സാക്ഷിയെ ഹോസ്റ്റലിൽ നിർത്താമെന്ന് വെച്ചാലും ആകെ മനസ്സ് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് മറ്റാരേക്കാളും അവൻ ഭയന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കാറിൽ കയറാൻ നേരം സിദ്ധു സാക്ഷിയെ ചേർത്ത് പിടിച്ചു കൂടെയുള്ളവരോട് എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ കഴുത്തിൽ താലി ചാർത്തിയ നിമിഷം മുതൽ ഇവൾ സാക്ഷി ചന്ദ്രദാസ് അല്ല, സാക്ഷി സിദ്ധാർത്ഥാണ്. ഇനി എൻ്റെ ഭാര്യയുടെ നേരെ മോശപ്പെട്ട വാക്കോ നോട്ടമോ വന്നാൽ അത് അവളെ ചെറുതായിട്ടെങ്കിലും വേദനിപ്പിച്ചാൽ ആരാണെതിരെ നിൽക്കുന്നതെന്ന് പോലും ഞാൻ മറക്കും. അവിടെ ബന്ധവും സ്ഥാനവും ഒന്നും ഈ സിദ്ധാർത്ഥന് ഒരു പ്രശ്നവുമല്ല. ഏതോ ഒരുത്തൻ്റെ വാക്ക് കേട്ട് 18 വർഷം വളർത്തിയ മകളെ നിങ്ങൾ അവിശ്വസിച്ചു. ഇനി നിങ്ങളുടെ പണവും ബന്ധവും ഒന്നും ഇവൾക്ക് വേണ്ട. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും എൻ്റെ പെണ്ണിനെയും അനിയനെയും നോക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. നിങ്ങളുടെ ഒന്നും തന്നെ ഇനി ഇവൾക്ക് ആവശ്യവുമില്ല. അതുകൊണ്ട് ഈ നിമിഷം ഇങ്ങനെയൊരു മോൾ നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചു. പിന്നെ ദീക്ഷിത്, ദിക്കൂട്ടൻ എന്ന് നിന്നെക്കുറിച്ച് പറയാൻ ഇവൾക്ക് 100 നാവായിരുന്നു. ആ നിനക്ക് പോലും അവളെ സ്വന്തം പെങ്ങളെന്ന് വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിൽ കൂടി കാണിക്കാൻ പഠിക്കണം. നട്ടലിന് പകരം മറ്റെന്തോ ഉള്ള നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഹൈസാറേ, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഈ ലോ ക്ലാസ് പരിപാടി കാണിച്ചത് അതിനെല്ലാം ഒരു ദിവസം പശ്ചാത്തപിക്കും. യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. കത്തുന്ന കണ്ണുകളോടെ സിദ്ധു പറഞ്ഞതും അവൻ പറഞ്ഞതിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാകാതെ ആയുഷ് അവിടെ തറഞ്ഞു നിന്നു. ആ നേരം അവൻ്റെ മുന്നിൽ സിദ്ധാർത്ഥ പറഞ്ഞ വാക്കുകളല്ലായിരുന്നു, ചുവന്നു കലങ്ങിയ കണ്ണുകൾ മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ. ഒരു വേള അവൻ തന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്ന് പോലും അവൻ ഭയന്നു. കാറിൽ സിദ്ധുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും സാക്ഷി നോർമൽ അല്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം മാറിയത്. 18 വയസ്സിൽ താനിപ്പോൾ ഒരു ഭാര്യ. ആഗ്രഹിച്ച ജീവിതം തന്നെയാണ്. പറഞ്ഞില്ല എങ്കിലും 2 പേർക്കും ഇഷ്ടം തന്നെയാണ്. പക്ഷേ വിവാഹം നടന്ന രീതി. സിദ്ധുവിൻ്റെ കൈ പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവളുടെ കണ്ണ് അവൻ്റെ വീട്ടിലേക്കായിരുന്നു. ഒരു ചെറിയ സാധാരണ വീട്. വീടിൻ്റെ മുന്നിൽ ഭംഗിയായി ചെറിയൊരു പൂന്തോട്ടം. വലിയ അമ്മമാരെ പോലെ വിളക്കം പിടിച്ച് വിച്ചു വന്നപ്പോൾ അറിയാതെ അവൾ ചിരിച്ചുപോയി. അമ്മാളും ഇങ്ങനെ ചിരിക്കണ്ട. ഇതൊന്നും തരാൻ ഇവിടെ മുതിർന്നതും ഉത്തരവാദിത്ത ബോധമുള്ളതുമായി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണാപ്പിക്ക് നല്ലൊരു ഭാര്യയും എനിക്ക് ഒരു അമ്മയും ചേച്ചിയുമൊക്കെയായി വലതുകാൽ വെച്ച് കയറിക്കോ. ഇതും പറഞ്ഞ് വിച്ചു വിളക്ക് കൊടുത്തതും നിറഞ്ഞ മനസ്സോടെ അവളത് വാങ്ങി. ആ നിമിഷം വിച്ചുവിൻ്റെ സംസാരത്തിൽ അവൾ തൻ്റെ വിഷമങ്ങൾ അല്പനേരത്തേക്ക് മറന്നു എന്നും വേണം പറയാൻ. പൂജാമുറിയിൽ വിളക്ക് വെച്ച ശേഷം സോഫയിൽ ഇരുന്നപ്പോഴാണ് ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവന്ന് വിച്ചു വെച്ചത്. അത് കണ്ട് ഇവൻ ഇനിയും മതിയായില്ലേ എന്ന എക്സ്പ്രഷനായിരുന്നു സിദ്ധുവിന്. എങ്കിൽ ഇവനിനി എന്താ കാണിക്കാൻ പോകുന്നത് എന്ന ഭാവമായിരുന്നു ബാക്കിയുള്ളവർക്ക്. എന്നും ഇവിടെ രാവിലെ പാൽ വാങ്ങുന്നത് കണ്ണാപ്പിയാണ്. ഇന്നവൻ രാവിലെ കല്യാണ ചെറുക്കനായതുകൊണ്ട് ഈ അർജുവേട്ടൻ രാവിലെ പാൽ വാങ്ങാൻ വിട്ടില്ല. അതുകൊണ്ട് ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് കരോ. വിനയം വാരി വിതറി വിച്ചു പറഞ്ഞതും അർജു അവൻ്റെ തലയ്ക്കിട്ട് ഒന്നു കൊടുത്തിരുന്നു.